ഈ ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരിങ്ങനെ പറയുണ്ടായി ഇതേപോലെ പ്രവചനം, അതായത് ഒരാൾ വലിയ ഇതിൽ നമ്മളടുത്ത് വരുമ്പോൾ നീ തോറ്റുപോകും എന്ന് പറയുന്നതാണോ മര്യാദ? ഒരിക്കലും അല്ല. അപ്പോൾ അതിനോട് ചോദിച്ചാണ്. പണ്ട് ജ്യോത്സ്യർ പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്താണെന്ന്. ഒരുപാട് കഥകളൊക്കെ എനിക്കറിയാം. ഒരുപാട്. ഒരു കുട്ടി ജനിച്ച് ഏതാണ്ടൊരു അതിനൊരു 10 വയസ്സ് 12 വയസ്സ് അല്ലെ എത്ര വയസ്സായിക്കോട്ടെ, അതിനൊരു 15 വയസ്സാകുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കാം, കിണറ്റി വീഴുന്ന് മരിക്കാം, അല്ലാതെ മരിക്കാം, എന്ത് വേണോ ആവാം. പക്ഷെ അന്ന് ആ ജ്യോത്സ്യർ പറയില്ല ഇത്ര വയസ്സിൽ ഇവൻ വണ്ടി ഇടിച്ച് മരിക്കും എന്ന് പറയില്ല. ഒരു ജ്യോത്സ്യരും പറയത്തില്ല. അപ്പം അതിന് പറയുന്നതാണ് 15 വയസ്സ് വരെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും തട്ടുപാടും ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ ഓക്കെ എന്ന് പറയും. അപ്പം ഇതിലെന്തും വരാം. 15 വയസ്സിനകത്ത് എന്തും വരാം. 15 വയസ്സിനകത്ത് തട്ടുപാടാണ്. അപ്പം ആ തട്ടുപാടെന്ന് പറയുന്നത് പുള്ളിക്കാരൻ മരിച്ചും പോവാം, അവസ്ഥ നിലയിൽ കിടന്നും പോവാം, എങ്ങനെ വേണേലും ആവാം. മരിച്ചു പോകുമെന്ന് പറഞ്ഞില്ല, കിടന്നു പോകുമെന്നും പറയില്ല. ചെറിയൊരു ബുദ്ധിമുട്ടും തട്ടുപാടും ഉണ്ട്, അതന്നെ മാറി. അപ്പം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ വെളുപ്പാങ്കാലം 5 മണിക്ക് നമ്മൾ ആരെയും കുറ്റം പറയാനില്ല. 5 മണിക്കും 4 മണിക്കും ഒക്കെ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം വെച്ചാൽ എനിക്ക് വലിയ ജടയില്ല, വലിയ താടിയില്ല. ജട ഉണ്ടാക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ഇത്തിരി നെയ്യും ശാല ഭസ്മം ഉണ്ടായിരുന്നാൽ മതി, 6 മാസമാകുമ്പോൾ ജടയാവും. വേണോ? അപ്പോൾ ഒറിജിനൽ ജടയാണെന്ന് എങ്ങനെ അറിയാൻ തോന്നും? ഈ മുടി ഉണ്ടെന്ന് ആൾക്കാർക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ ചോദിക്കും ഇത് അപ്പൊ ഒറിജിനൽ ജടയാണെന്ന് എങ്ങനെ അറിയാന്ന് കേട്ടാ, ഒറിജിനൽ ജടയാണെങ്കിൽ ഒരു കത്തി വെച്ച് ശകല ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ആ ജടയെന്ന് ബ്ലഡ് ഒലിക്കും. അതാണ് മഹാദേവന്റെ ഒറിജിനൽ ജട. ഒറിജിനലായിട്ട് ജട വളർന്നിട്ടുള്ള ഏതൊരു വ്യക്തിയായിരുന്നാലും, ഏത് ജ്യോത്സ്യമൻ തറപ്പിച്ച് ഞാൻ പറയണം, ഇദ്ദേഹം എവിടെ വേണോ ചെന്ന് വെല്ലുവിളിച്ചോ, ആ ജട അറുത്ത അതിൽ നിന്ന് ബ്ലഡ് വരും. അതങ്ങനെ ഗുരുസ്വാമി കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ. അപ്പം യഥാർത്ഥ ജട നമ്മൾ ദൃഢമായിട്ടുള്ള ജട ഭഗവാൻ തരുന്ന, പരമേശ്വരൻ തരുന്ന ജടയാണ്. ആ ജടയ്ക്ക് അപ്പൊ അത് ജീവനുള്ള ജട തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ബ്ലഡ് വരുന്നത്. ജീവനുള്ള ജട എന്ന് മാത്രമല്ല, അത് വന്നിട്ട് പിന്നെ ഭഗവാനാണ് അവൻ. അതിന് മാറ്റമൊന്നും വേണ്ട. അത് 100% ഭഗവാനാണ്. കറക്റ്റാണ്. പ്രവചനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രതിഫലം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരിടത്തും പോയി ഒരു പ്രതിഫലമോ, അല്ലെങ്കിൽ ഇതുവരയ്ക്കും എനിക്ക് 50ഓളം ക്ഷേത്രമുണ്ട്. എനിക്കൊരു പ്രതിഫലം ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോഴാണ് ആ ചുറ്റുവട്ടങ്ങൾ എന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തിൽ പലരും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗുരുസ്വാമിയുടെ ഫോട്ടോ തെങ്ങിക്കിടന്ന് ആടണ്, ഗുരുസ്വാമിയുടെ ഫോട്ടോ പ്ലാവിൽ കിടന്ന് ആടണ്, അതെന്താ എൻ്റെ ഫോട്ടോ പ്ലാവിലും തെങ്ങിലും കിടന്ന് ആടണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത് അതെന്തോണം. അതങ്ങ് ആടട്ട്. തിരിച്ച് ആ ഫംഗ്ഷന് പോകുമ്പോഴാണ് അറിയണത് ഇവിടെ ഇങ്ങനെ ഒരു പാരിതോഷികം അവരെനിക്ക് വേണ്ടി വെച്ചത്. ഞാനത് ചോദിക്കാനും ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലേ? ഫ്ലക്സ് അവിടെ ആയിട്ട് വെച്ചു. ഇപ്പം അതാ തമിഴ്നാട്ടിലൊരു ഫംഗ്ഷന് പോയപ്പോൾ അമ്പലത്തിൽ തലേ ദിവസം അറിഞ്ഞു ഒരു പാരിതോഷികം ഉണ്ട്, അവിടുത്തെ MLA ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ എന്നാണ്. അത് നിഷാരോട്ട് കളഞ്ഞതല്ല, നമുക്കത് വലിയതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പകുതി തമിഴ്നാടും പകുതി കേരളമാണ് ആ അമ്പലം ഇരിക്കുന്നത്. ചെന്നപ്പോൾ അവിടുത്തെ ആ ചെണ്ടമേളവും പിന്നെ നമ്മളെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടത്തെ പിച്ചക്കാരൻ ശശിധരൻ നായരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ള കാര്യം പറയാം. പണ്ടത്തെ ജീവിതം ഉണ്ടായിരുന്നില്ല. തന്നെ പണ്ടത്തെ അത്ര നല്ല പക്കള ജീവിതമായിരുന്നു. കൊച്ചുനാളില് ഏതാണ്ട് ഒരു 60 ആയതിനു ശേഷം, ഏതാണ്ട് ഒരു 10-18 വയസ്സ് ഒക്കെ ആയതിനു ശേഷം ഒരു കണക്കിന് പിടിച്ചു കിട്ടി. പിന്നെ എൻ്റെ ഒരു മദാമ്മയെ കൂടെ കെട്ടിയതിന് ശേഷം അവർ കൂടെ പറയാറുണ്ട്, മദാമ്മ വന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇല്ലെങ്കിൽ ഞാൻ സ്ഥലപ്പെട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ കൂടെ പറയും. ഇനി മെലിഞ്ഞാന്നും പറഞ്ഞായിരുന്നു ഞാൻ വന്ന ഐശ്വര്യമാണ്, നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറയും. ഈ മൂന്നാം ക്ലാസ്സിൽ കപ്പലിന്റെ വിൽക്കുന്ന ഒരു കഥ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അതറിയണോ അല്ലേ? കപ്പലിന്റെ വിറ്റോണ്ടിരുന്ന ഒരു ശശിധരൻ നായർ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വന്നത്? ഇതിൽ വന്നത് ഏറ്റവും വലിയൊരു കോടീശ്വര കുടുംബത്തിലുള്ളതാണ് ഞാൻ. സ്വന്തം സ്ഥലം നേരത്തെ പറഞ്ഞ കൊല്ലംകോട്. ആ തൂക്കമുളിപ്പര അമ്പലമൊക്കെ അമ്മയുടെ പേർക്കൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേൾവി മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെയായിരുന്നു. കുറച്ച് വസ്തു തർക്കത്തിൽ അച്ഛൻ എന്നെ എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. അന്ന് എനിക്ക് 2 വയസ്സാണ് പ്രായം. വന്നത് കിള്ളിപ്പാലം ശിവ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അതൊക്കെ പോയി. അതിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ.
അച്ഛന് കൂലിപ്പണിയാണ്, വേറെ പണിയൊന്നുമില്ല. അമ്മ ഒരു മഠത്തിൽ ജോലിക്ക് പോവുകയാണ്, ഒരു വീട്ടു ജോലിക്ക്. ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, കുറച്ച് ചുരുക്കം. അച്ഛന് ജോലിക്ക് പോകാൻ വയ്യ, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞാനാണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തന്നെ കഞ്ഞി ഉപ്പുമാവിനും വേണ്ടിയാണ്, പഠിക്കാനല്ല പോണത്. ഭഗവാൻ സാക്ഷി, ഭഗവാൻ സത്യം, പോകുന്നത് കഞ്ഞി ഉപ്പുമാവിനും വേണ്ടി. അത് ആദ്യം ഗോതമ്പ് ഉപ്പുമാവായിരുന്നു, പിന്നെ റവ ഉപ്പുമാവായി, പിന്നെ ചോളർ ഉപ്പുമാവായി, അങ്ങനെ പല ഉപ്പുമാവ് വാങ്ങിച്ച് പേപ്പറിൽ പൊതിഞ്ഞ് വച്ചയ്ക്കും, കഞ്ഞി വാങ്ങിച്ച് കുടിക്കും. ഇങ്ങനെ ഇരുന്ന് ഈ ഉപ്പുമാവിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ല വന്ന സമയത്ത് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഒരു ഉടുക്കാനൊരു തുണിയില്ല, ആകെ ഉള്ളത് ഒരു നിക്കറും ഒരു ഉടുപ്പുമാണ്, വേറെ ഒന്നുമേ ഇല്ല. അതായിരുന്നു സ്ഥിതിഗതി, അത്രയും സ്ഥിതിഗതിയാണ്. ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറയണം, ഇന്ന് എനിക്കൊരു 100 മുണ്ടും നേരിയതും വർഷത്തിൽ ഓരോരുത്തർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ എത്ര മുണ്ട് വേണോ കൊടുക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, കപ്പലിൻ്റെ കച്ചവടം ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സങ്ങ് തോന്നിയതാണ്. ഒരു ആക്രികളെ ചെന്ന് 2 പൈസ കൊടുത്തിട്ട് പോണി വാങ്ങിച്ചു. അന്ന് 1 പൈസ, 2 പൈസ, 5 പൈസ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓട്ടക്കാലണ, അങ്ങനെ ഓട്ടക്കാലണയിൽ വന്നവനാണ്. 2 പൈസ കൊടുത്ത് അന്നത്തെ ഈ നമ്മളെ പോൺമിറ്റ ഓർലീസൊക്കെ വരുന്ന ഒരു പോണി വാങ്ങിച്ച് 1 ലിറ്റർ കപ്പലണ്ടി 10 പൈസ, കുരിച്ചി കപ്പലണ്ടി. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കപ്പലണ്ടി ഇന്നുമുണ്ട്, പൊട്ടിക്കുമ്പോൾ 2 കപ്പലണ്ടി അതിനകത്ത്, തോട് കപ്പലണ്ടി, അതിന് നമ്മൾ കുരിച്ചി കപ്പലണ്ടി. ഈ കപ്പലിൻ്റെ 10 പൈസയുടെ കപ്പലണ്ടി വാങ്ങിക്കുമ്പോൾ 5 പൈസ ലാഭം കിട്ടും. ഈ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ 2 പാസ്സായി 3ലേക്ക് പോകാനുള്ളവനാണ്. 3ാം ക്ലാസ്സിൽ പോകാനുള്ളതാണ് ഇന്നത്തെ ഗുരുസ്വാമി ശശിധരൻ നായർ. കപ്പലണ്ടി ഓരോ ആളുകൾ ഇരിക്കേണ്ട അടുത്ത് കപ്പലണ്ടി എന്നുകൊണ്ട് ഇങ്ങനെ പോണിയിൽ കുലുക്കും. അവർ 1 പൈസ, 2 പൈസ, 3 പൈസയ്ക്ക് വാങ്ങിക്കും. ചിലവർ എൻ്റെ നിലവാരവും ഇതുമെല്ലാം കണ്ടും കൊണ്ട് അവർ വാങ്ങിച്ചിട്ട് 2 കപ്പലണ്ടി എനിക്ക് തരും, ഞാൻ അതിനെയും പോണിക്കത്തില്ല ഇട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ നടയിലും ഒക്കെ വിറ്റ് ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു 20 പൈസ 25 പൈസ കിട്ടും. 10 പൈസയ്ക്ക് പൊട്ടി മരിച്ചിനി അത് വാങ്ങിക്കും, 5 പൈസയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കും. ഇത്രയും ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഈ പൈസ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്, എനിക്ക് ഓർമ്മ അത്ര ഇതില്ല. പിന്നെ ഇത്തിരി വിറവ് വാങ്ങിക്കും, ഉള്ളതിനെ എല്ലാം കൂടെ ഒക്കെ നുള്ളിപ്പറക്കി അങ്ങ് വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവരും. അന്നും എൻ്റെ അമ്മയച്ഛനും ചോദിച്ചില്ല, നിനക്കിത് എവിടെ നിന്നാന്ന് ചോദിച്ചില്ല. നിനക്ക് ഈ പൈസ എവിടെ, നീ സ്കൂളിൽ പോകണമല്ലേ, ഇത് വാങ്ങിച്ചിട്ട് എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിച്ചില്ല. ഞാനിട്ട് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു എൻ്റെ പേരങ്ങ് വെട്ടി സ്കൂളിൽ നിന്ന്. 3ാം ക്ലാസ് പഠിച്ച എന്നെ, അല്ല 2 ജയിച്ച് 3ലായ 3 പോകേണ്ട എൻ്റെ പേരങ്ങ് വെട്ടി. അച്ഛൻ നോക്കിയപ്പോൾ ഞാനും സ്കൂളിൽ പോയില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് അന്ന് ഇവിടെ ചെത്തിപ്പറിക്കാൻ എന്തോന്നത്ത് വരെ ഇത് കിട്ടി. ഇതേക്കെ 2 ദോശയും മാറ്റം കൊണ്ട് സ്കൂളിൽ വന്നപ്പം ആൾ സ്കൂളില്ല. ഒരു പിയൂണുണ്ടോ ശങ്കരപ്പിള്ള പറഞ്ഞു, ഐ കിഷണ്ണ അവൻ വന്നിട്ട് എത്രയും മാസമായില്ലേ, അവൻ്റെ പേരൊക്കെ വെട്ടി. എന്നെ വേണ്ട ഏട്ടാ, കപ്പലിൻ്റെയും മറ്റേ എല്ലാം കൂടെ വാങ്ങിച്ചോണ്ടായപ്പോൾ ഒരു ഇത്രയുള്ളൊരു വടിയും വാങ്ങിച്ചോണ്ടിരിപ്പുണ്ട്. എന്നാൽ നീ എൻ്റെ അടുത്തായിരുന്നാലും എൻ്റെ മക്കൾ ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ പറയണത്. എന്നാൽ നീ ചോദിക്കണം, നിനക്ക് എവിടെ നടാ ഈ പൈസ പറയാൻ ബാധ്യസ്ഥനായിരിക്കണം. തീർച്ചയായിട്ടും ഇന്നടത്തുനിന്നാണ് പൈസ. അത് പറഞ്ഞില്ലെങ്കിൽ, ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറയും. ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രയാസം. അതെ, ഒരു മരത്തിൽ കെട്ടിവെച്ച് അടി എന്നൊക്കെ അടിച്ചെടുത്ത് അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവരെന്നെ അച്ഛനെ ചീത്തയൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അന്ന് അവരെന്നെ കുളിപ്പിച്ചെടുത്ത് അന്ന് നല്ല വൃത്തപുഷ്ട അങ്ങ് നല്ല ആഹാരം കിട്ടും. പിന്നെ കൊണ്ടുവന്ന് ഒന്നിച്ചേർത്ത്. അപ്പോൾ എല്ലാവരെയും ആദ്യത്തെ കുത്തിവെപ്പ് ഇവിടെയാണ്, കുത്തിവെച്ച് സ്കൂളിൽ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുത്തിവെച്ച് അതെയാണ്. ഒരു കുത്തങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ പറക്ക് വെച്ച് തിരുക്കരുത്. 2ാമത്തെ കുത്തിവെപ്പാണിത്. പിന്നെ ഇവിടെ കുത്തിവെക്കാൻ പാടില്ല. 2ാമത് കുത്തിവെച്ചാണ് ചേർത്ത് 10ാം ക്ലാസ് വരെ ചെന്നെത്തി. ഏതാണ്ട് ഒരു 10ാം ക്ലാസ് ആയ സമയത്ത് ഒരു വർക്ക്ഷോപ്പിൽ കൂടെ കയറി നിന്നു. അവിടെ നിന്ന് വർക്ക്ഷോപ്പ് പണിയും പഠിച്ചു. അവിടെ നിന്ന് ഈ മിൽമ പാലെന്നും പറഞ്ഞും കൊണ്ടൊരു പാല്, അപ്പോഴും കുരുസ്വാമി പേരല്ല, പാല് ശശി. അന്ന് പാല് ശശി, ഇന്ന് കുരുസ്വാമി ശശി എന്ന് പറയുന്ന ആളിന് അന്ന് പാല് ശശി എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാലും അറിയാം. ഓരോ വീട്ടുകളിൽ ഓരോ കുപ്പി പാലും കൊടുക്കുമ്പോൾ 3 രൂപ മാസം, 4, അങ്ങനെ കുറേ അധികം മാസമാകുമ്പോൾ ഒരു എങ്ങനെ വരുന്ന ഒരു 500-600 രൂപയൊക്കെ അപ്പോഴും കിട്ടും.
പിന്നെ ചില വീട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് തരും. ചിലവരൊക്കെ നമ്മൾ അന്നത്തെ ആ പോക്ക് പിന്നെ രാവിലെ എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, നിറച്ച് കുറി ഇട്ടേക്കും. അതിലൊന്നും ഒരു കുറവും വരുത്തില്ല. ആഹാരം എത്രത്തോളം കിട്ടും അത്രത്തോളം കുളിക്കും. മറ്റേ ഇടിമ്പൻ്റെ കഥ പറഞ്ഞു, ആഹാരം കിട്ടിയില്ലേ കുളിക്കില്ലെന്ന് പറയും. എന്നാലും കുളിക്കും, ഇല്ല എന്നല്ല.